250 300 ലേഡീസ് ചെരുപ്പ് ഏതെടുത്താലും 100 രൂപ. ഹായ്, ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ കോഴിക്കോടങ്ങാടി എന്ന എപ്പിസോഡിലോട്ട് പുതിയത് എന്ത് തരും എന്നാലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് മനസ്സിലായത് ഇന്ന് സൺഡേ ആണ്. ഞായറാഴ്ച കോഴിക്കോടങ്ങാടി പോയാലേ ഒരു കിഡിലെ സ്പോട്ടുണ്ട്. അപ്പോൾ അത് തന്നെ ആയിക്കോട്ടെ ഇന്നത്തെ നമ്മുടെ വിഷയം. കോഴിക്കോട്ടെ ഒരു പ്രധാനപ്പെട്ട സ്ഥലം, അതില്ലാതെ കോഴിക്കോടില്ല. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ കോഴിക്കോടങ്ങാടിയിലേക്ക് സ്വാഗതം. എവിടെയാണെന്നല്ലേ, ഞാൻ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാഴ്ചകളായിട്ട് നിങ്ങളുടെ മുന്നോട്ടെത്താം. തുടങ്ങാം. ഇപ്പം നമ്മളെവിടെയാണെന്ന് കുറേ പേർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. ഇതാണ് മിഠായി തെരുവ്, SM സ്ട്രീറ്റ്. ഇത് സൺഡേ ആയതുകൊണ്ട് ഇന്ന് സൺഡേ മാർക്കറ്റാണ്. അപ്പം മിഠായി തെരുവിലെ സൺഡേ മാർക്കറ്റിലൂടെ നമ്മൾ തേരാപ്പാര നടക്കാൻ പോവുകയാണ്. അതിലെ കാഴ്ചകൾ നിങ്ങൾ കാണാൻ പോവുകയാണ്. അപ്പോൾ ഒരു ലൈക്ക് അടിക്കാൻ മറക്കണ്ട. കാണാം കാഴ്ചകളുടെ വസന്തം. ഇത് സാധാരണ ഒരു സൺഡേ ആണ്, ഒരു സീസണും അല്ല. സീസണായി കഴിഞ്ഞാലേ 3 ഇരട്ടി തിരക്കുണ്ടാവും. ഇപ്പം തന്നെ നിലത്ത് കാല് കുത്താൻ പറ്റാത്തത്ര തിരക്കാണ്. കോഴിക്കോടിൻ്റെ ഹൃദയമിടിപ്പാണ് ഈ സൺഡേ മാർക്കറ്റ്, മിഠായി തെരുവ്. മിഠായി തെരുവിനെ സായിപ്പന്മാരിട്ടൊരു പേരുണ്ട്, സ്വീറ്റ് മീറ്റ് സ്ട്രീറ്റ്. മധുരമുള്ള ഇറച്ചിയുടെ തെരുവ് എന്നാണ് അതിൻ്റെ പേര്. അത് പേര് വരാൻ കാരണമുണ്ട്. ഈ ഹൽവ, പണ്ട് ഈ ഹലുവയായിരുന്നു കോഴിക്കോടിൻ്റെ പ്രധാനപ്പെട്ട സംഭവം ഈ തെരുവിൽ. ഈ ഹലുവയ്ക്ക് സായിപ്പന്മാർ കണ്ടിട്ട് അവർ മധുരമുള്ള ഇറച്ചി എന്നാണ് വിളിച്ചത്. അങ്ങനെ അതിന് ഈ തെരുവിന് SM സ്ട്രീറ്റ് എന്ന് പേര് വന്നു, സ്വീറ്റ് മീറ്റ് സ്ട്രീറ്റ്. സൺഡേ മാർക്കറ്റ് കാണാനും സാധനങ്ങൾ വാങ്ങാനും കോഴിക്കോടുകാർ മാത്രമല്ല, പല സ്ഥലത്തു നിന്നും ഇവിടേക്ക് ആളുകൾ വരാറുണ്ട്. 5 രൂപ മുതൽ ഇവിടെ സാധനങ്ങൾ കിട്ടും. വളരെ വിലക്കുറവുണ്ട്. അതുപോലെ തന്നെ നമുക്ക് നല്ല ഐറ്റംസും ഇവിടെ കിട്ടും. ഈ കുടയ്ക്കൊക്കെ 250 രൂപയാണ് വില. കോഴിക്കോടുകാർക്ക് മാത്രമല്ല, കേരളത്തിലെ പല സ്ഥലത്തും ഇത് കണ്ടാൽ വെള്ളം ഊരും.
കോഴിക്കോടൻ ഹൽവ. അതൊരു വേറെ ഐറ്റം തന്നെയാണ്. ഇതിനോട് ചേർന്ന് തന്നെ ഇങ്ങനെ മെറ്റൽസിൻ്റെയൊക്കെ ഷോപ്പുകളുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ പിന്നീട് ഒരിക്കൽ ചെയ്യാം. മിഠായി തെരുവിനോടനുബന്ധിച്ചുള്ള മറ്റൊരു റോഡാണിത്, PM താജ് റോഡ്. എപ്പോഴും പറയുന്നത് പോലെ തന്നെ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു ലൈക്ക് അടിക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും മറക്കല്ലേ. പഴയ ഓർമ്മകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന ഫോണും ടേപ്പ് റെക്കോർഡറും റേഡിയോയും അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഇവിടെ പഴയ സാധനങ്ങൾ വിൽക്കുന്നുണ്ട്, വാങ്ങുകയും ചെയ്യും. സ്റ്റീരിയോ ഉണ്ട്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. സ്ക്രൂ ഡ്രൈവർ അങ്ങനത്തെ സാധനങ്ങൾ വേറെയുണ്ട്. ഇവരെടുക്കുകയും ചെയ്യും, വിൽക്കുകയും ചെയ്യും പഴയ ഐറ്റംസ്. നിങ്ങൾ കോഴിക്കോട് വരികയാണെങ്കിൽ, പ്രത്യേകിച്ച് ഞായറാഴ്ചയൊക്കെ വരികയാണെങ്കിൽ എന്തായാലും സൺഡേ മാർക്കറ്റ് ഒന്ന് സന്ദർശിച്ചിരിക്കണം. ഒരു വേറെ ലെവൽ സംഭവമാണ്. നല്ല തിരക്കുണ്ടായിരിക്കും, നല്ല രസമായിരിക്കും. പിന്നെ നിങ്ങൾക്ക് ഒരുപാട് ഐറ്റംസ് പർച്ചേസ് ചെയ്യുകയൊക്കെ ചെയ്യാം. അപ്പം വരുന്നവർ മറക്കണ്ട, നമ്മുടെ സൺഡേ മാർക്കറ്റ് ഒന്ന് സന്ദർശിച്ചിട്ട് പോകാൻ. കോഴിക്കോടിൻ്റെ ഹൃദയമിടിപ്പാണ്, നാടിയിടിപ്പാണെന്നൊക്കെ പറയാം. കോഴിക്കോടിൻ്റെ ഒരു വലിയ ബിസിനസ് കേന്ദ്രം കൂടിയാണ് ഈ സൺഡേ മാർക്കറ്റ്, SM സ്ട്രീറ്റ് മിഠായി തെരുവ്. ഈ തെരുവിനെ ആസ്പദമാക്കിയിട്ടാണ് നമ്മുടെ SK പൊറ്റക്കാടിൻ്റെ ഒരു തെരുവിൻ്റെ കഥ എന്ന നോവൽ. നമുക്ക് മിഠായി തെരുവിലോട്ട് കിടക്കുമ്പോൾ തന്നെ കാണാൻ കഴിയും SK പൊറ്റക്കാടിൻ്റെ ഒരു പ്രതിമയുണ്ട്. അവിടെ SK പൊറ്റക്കാടിൻ്റെ ഒരു തെരുവിൻ്റെ കഥയൊക്കെ എഴുതി വെച്ചിരിക്കുന്നതൊക്കെ നമുക്ക് കാണാനായിട്ട് കഴിയും. പിന്നെ നമുക്ക് കുറച്ച് നേരം സമയം ചിലവഴിക്കാനോട് ഇരിക്കാനുള്ള ഇരിപ്പിടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല തണലും കിട്ടും. അതൊക്കെയാണ് നമ്മുടെ SM സ്ട്രീറ്റ് മിഠായി തെരുവ്. എങ്ങനെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടോ? വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കണ്ട. പുതിയ കാഴ്ചയും വിശേഷങ്ങളുമായി വീണ്ടും വരാം. നമ്മുടെ കോഴിക്കോടങ്ങാടി തുടരും. ടാറ്റാ.